പ്രധാനപ്പെട്ട ഒരു സംഭവം. ഈശോ അനേകം അത്ഭുതങ്ങൾ ചെയ്ത് രോഗികൾക്ക് സൗഖ്യം നൽകി, അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് അന്ധന്മാര് യേശുവിനെ കാണാൻ വന്നു. ജന്മന അന്ധതയുള്ള, കാഴ്ചശക്തി നഷ്ടപ്പെട്ട രണ്ടുപേർ യേശുവിനെ കാണാൻ വന്നു. അവര് യേശുവിന്റെ അടുത്ത് വന്ന് ഇപ്രകാരം യേശുവിനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, പാപികളായി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ രണ്ട് അന്ധന്മാര് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശു ഈ അന്ധന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു വേണം? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാഴ്ച കിട്ടണം. യേശു അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. ഉടനെ തന്നെ അവർക്ക് സൗഖ്യം കിട്ടുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഇന്ന് ഈശോ നമ്മോട് പ്രത്യേകമായിട്ടും അനുഗ്രഹിക്കാൻ പറയുന്ന സൂത്രവാക്യമുണ്ട്. അത് രണ്ട് അന്ധന്മാര് പറഞ്ഞ കാര്യമാണ്. ദാവീദിന്റെ പുത്രനായ യേശുവേ, പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഇന്ന് നമ്മൾ വചന ശുശ്രൂഷ കേട്ട്, ഈ ദൈവവചനങ്ങൾ കേട്ട് ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വചനം കേട്ട് വീടുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ കിട്ടാൻ, വിജയിക്കാൻ, നിങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ, നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളായി മാറാൻ ഒരു സൂത്രവാക്യം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ദാവീദിന്റെ പുത്രനായ യേശുവേ, പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമുക്ക് ഈ സൂത്രവാക്യം, രണ്ട് അന്ധന്മാര് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന, അവർക്കറിയാം യേശുവിൽ നിന്നും അവരുടെ അന്ധത മാറാൻ, യേശുവിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാൻ അവർ യേശുവിന്റെ അടുക്കൽ ഇപ്രകാരമാണ് പറഞ്ഞത്, ഇതിന്റെ പുത്രനായ യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, പാപികളായി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഇന്ന് ഞാനും നീയും ഇത് വിശ്വസിച്ചാൽ പാപികളായി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഈ അന്ധന്മാര് പ്രാർത്ഥിച്ചതുപോലെ ഈ രാത്രിയിൽ, ഈ സായങ്കാലത്ത് ഇന്ന് ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഈ ദൈവവചനം നിങ്ങളുടെ മനസ്സിൽ മാറ്റൊലികൊള്ളണം. ഈ രണ്ട് അന്ധന്മാര് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന, ദാവീദിന്റെ പുത്രനായ യേശുവേ, പാപികളായി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്റെ കുടുംബത്തിന് മേൽ കരുണയായിരിക്കണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്റെ ജീവിത പങ്കാളിയുടെ മേൽ കരുണയായിരിക്കണമേ. പുത്രനായ യേശുവേ, എന്റെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്റെ കുടുംബത്തിന് മേൽ കരുണയായിരിക്കണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്റെ സാമ്പത്തിക മേൽ കരുണയായിരിക്കണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്റെ മക്കളുടെ വിദ്യാകളിൽ കരുണയായിരിക്കണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്റെ രോഗപീഠകളിൽ കരുണയായിരിക്കണമേ. ഇങ്ങനെ ദാവീദിന്റെ പുത്രനായ യേശുവിനെ വിളിച്ചറിയിക്കുമ്പോൾ, നീ ആ യേശുവിനെ നിന്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ, നീ ഏത് മതത്തിൽപ്പെട്ടവനായാലും, ഭാഷയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയിലോ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രങ്ങൾ നീ വിശ്വസിക്കുന്നുണ്ടോ എങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നീ യേശുവിൽ വിശ്വസിച്ച്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്റെ ഇന്ന പ്രശ്നങ്ങളുമേ കരുണയായിരിക്കണമേ, എന്റെ ഇന്ന പ്രതിസന്ധികളുമേ കരുണയായിരിക്കണമേ, എന്റെ കുടുംബത്തിനുമേൽ കരുണയായിരിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ പറയുമ്പോൾ നിന്റെ കുടുംബം, നിന്റെ തൊഴിൽ മേഖലകൾ, സാമ്പത്തിക മേഖലകൾ, ബിസിനസ് മേഖലകൾ, മക്കളുടെ ജീവിതങ്ങൾ, നിന്റെ സാമ്പത്തികമായ ചുറ്റുപാടുകൾ, നിന്റെ സാമൂഹിക ജീവിതം, നിന്റെ ആരോഗ്യ മേഖലകൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഒരു സൂത്രവാക്യം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.